ഇതിന് കാരണം കൂടി വേണ്ടേ? നമുക്കും ഏകദേശം കോമൺ സെൻസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ 30ാമത്തെ വർഷമല്ലേ. എന്തുകൊണ്ടാണ് ഈ സിനിമകൾ നിഷേധിക്കുന്നത് എന്നുള്ളതിന് മനസ്സിലാക്കാൻ പറ്റാണ്ടല്ലോ. ബ്യൂറോക്രാറ്റിക് മാത്രമൊന്നുമല്ല, പൊളിറ്റിക്കലായിട്ടുള്ളതാണ്. ബ്യൂറോക്രാറ്റ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു കോമൺ സെൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഫൂൾസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. കാരണം ഇങ്ങനെയുള്ള സിനിമകളെ കുറിച്ചൊന്നും അറിയാതെ അതൊന്നുമല്ല. ചില സിനിമകളെ നോക്കി അങ്ങനെയാണെങ്കിൽ കുറേ ഒരു ലോട്ടായിട്ട് മൊത്തം സിനിമകൾ അങ്ങ് ബാൻ ചെയ്താൽ പോലെ. അതല്ലല്ലോ. നമ്മൾ ഈ സിനിമകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാവും. ഇന്ന രാജ്യങ്ങളിലെ ഇന്ന പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളാണെന്ന് പറയുമ്പോൾ ഈ ബ്യൂറോക്രസിയുടെ ഒരു ഇതാണെന്ന് മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IFFK ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം അതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടത്തും, അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നടക്കുകയാണ്. ഇപ്പോൾ ചെയർമാൻ ലണ്ടനിലാണുള്ളത്. അപ്പോൾ ഇതിന് ബാധിക്കുന്നുണ്ടോ? അല്ല, അത് ഈ കാര്യത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർമാൻ ഒരു ഡിസിഷൻ ഫാക്ടറാണ്, യാതൊരു സംശയമില്ല. കാരണം ചെയർമാനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. അപ്പോൾ ഫെസ്റ്റിവൽ ഡയറക്ടറുടെ അനുമതി ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞ ഒരു സിനിമ കാണിക്കാതിരിക്കാനും പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ ഫെസ്റ്റിവൽ ഡയറക്ടറാണ് അത് ഫൈനൽ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലാതെ സർക്കാർ പോലുമല്ല. സർക്കാരിന് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ അങ്ങനെ റോളില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇത് നിരോധിച്ച് വരുമ്പോൾ സർക്കാർ ഇടപെടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ചലച്ചിത്ര അക്കാദമിക്ക് അപ്പുറത്തായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ വരണം. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഇവിടെ പ്രദർശിപ്പിക്കാം. അതാണിപ്പോൾ ബംഗാളിൽ നടന്നത്. മമതാ ബാനർജി അനുവാദം കൊടുത്തു, നിങ്ങൾ കാണിച്ചോളൂ, ബാൻ ചെയ്ത പടങ്ങളൊക്കെ കാണിച്ചോളാൻ പറഞ്ഞു, അവിടെ കാണിച്ചു. അപ്പോൾ അതുപോലെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വരികയാണെങ്കിൽ ഇവിടെ കാണിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിപ്പോൾ അക്കാഡമിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെ എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹം ഇവിടെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ ഫെസ്റ്റിവൽ സമയത്ത് വരാൻ പറ്റില്ല, എൻ്റെ അസൗകര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാർജ് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇത്രയും തിരക്കുള്ള ഒരാൾ ചെയർമാനായിട്ട് വരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യേണ്ട കാര്യം. കാരണം ആ ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ഒരു, ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റും അത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇതുപോലെ, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത് ചെറിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഈ അക്കാഡമി ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചാർജ് എടുത്തിട്ട് ഫുൾ ടൈം ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റേതായ ലിമിറ്റേഷൻസ് അക്കാഡമിക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മളൊക്കെ ഇതിനു മുമ്പൊക്കെ ചെയർമാന്മാരായിരുന്നവരൊക്കെ തന്നെ എല്ലാ ഫെസ്റ്റിവലിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ഫെസ്റ്റിവലിന് പോലും ചെയർമാൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഇതുവരെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടന്നിട്ടില്ല. അടൂർ സാറുണ്ടായപ്പോഴും ഷായ് സാറുണ്ടായപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഈവൻ പ്രിയദർശൻ ഏറ്റവും തിരക്കുള്ള സംവിധായകനാണ്, അദ്ദേഹം പോലും ഫെസ്റ്റിവലിന് വരാതിരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇല്ലല്ലോ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ. കാരണം സർക്കാരിൻ്റെ ഡിസിഷനാണ്, അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസൗകര്യം നമ്മൾ മനസ്സിലാക്കണം. സെയിം ടൈം നമ്മൾ ഇവിടുത്തെ ഒരു ഈ പറയുന്ന ഒരു ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് ഒരു ലാക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ ഈ പൊളിറ്റിക്കലി ഒരു ഡിസിഷൻ എടുക്കണം എന്നൊരു അഭിപ്രായമുണ്ടോ ഈ പ്രദർശിപ്പിക്കാൻ? അതെനിക്കുണ്ട്. കാരണം എന്താ പറയുക, സർക്കാർ കുറച്ച് ബോൾഡായിട്ട് ഈ കാര്യങ്ങളിൽ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നാളെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാൻ പോയിട്ടു. ഇപ്പോൾ PMCയുടെ കാര്യമൊക്കെ നമുക്കറിയാലോ. അത് നമ്മൾ നിർബന്ധമാക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ ഇനി ഇന്ന സിനിമകൾ ഇവിടെ പ്രദർശിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് തിട്ടൂരം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ. കാരണം അതിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇഫിയിലേക്കുള്ള സിനിമകളുടെ സ്വഭാവം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുമ്പ് ഇഫി ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2014 മുമ്പ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കൂ. ഇപ്പോൾ എങ്ങനെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രോപ്പഗാൻഡ സിനിമകളൊക്കെ തന്നെയാണ് അവിടെ ഈ ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2 വർഷം മുമ്പ് ഇസ്രായേലിൽ നിന്ന് വന്ന ജൂറി ചെയർമാൻ എന്ത് മോശം സിനിമയാണ് ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്നുള്ളതെ പറ്റി പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാശ്മീർ ഫയൽസിനെ കുറിച്ച്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽ പ്രോപ്പഗാൻഡ സിനിമകളെ കൊണ്ട് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ മലയാളികൾ, പ്രബുദ്ധരായ മലയാളികൾ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.